കുമ്മൂസ് വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. പഴംപൊരി ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് വേറെ രീതിയിലാട്ടോ. അപ്പോൾ കുറച്ച് റവ എടുക്കട്ടെ, ഒരു കപ്പ്, ഏകദേശം ഒരു കപ്പ്. അത് സുമാർ എടുത്തതാണ്. അപ്പോൾ ഇത് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കുക, അരച്ചെടുക്കണം. അത് അരച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പഴം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു പഴം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നേരത്തെ പഴം ഇങ്ങനെ അര ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്, നല്ല രസമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. ടേസ്റ്റ് കൂടുതലാണ്. ചെറിയൊരു പഴം ചേർത്തിട്ട് കുറച്ച് ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കുക. അപ്പം ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒക്കെ ഇട്ട് കൊടുക്കുക. രണ്ട് മൂന്ന് കപ്പ് മൈദപ്പൊടിയുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച പഴവും മറ്റേ കൂട്ടും റവയും കൂടെ ഒഴിച്ചെടുക്കുക. ഇത് നന്നായി ഇളക്കണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ നമ്മൾ കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ് പഞ്ചസാരയൊക്കെ ഞാൻ അതിൽ ചേർത്തേ. മിക്സിക്ക് വെള്ളം അടിച്ച് നമ്മൾ ലേശം എള്ള് ചേർത്ത് കൊടുക്കട്ടോ. നല്ല രസമുണ്ടാവും എള്ള് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാവ് റെഡിയായി. മാവും പാകമായി. ഇനി അത് കുറച്ച് നേരം കൊടുക്കട്ടെ. നമ്മൾ പഴം മുറിച്ചിട്ട് കേട്ടോ. ഞാൻ ഒരു പഴം 3 ആക്കി എടുക്കണം കേട്ടോ. ലേശം കട്ടിയും വലിപ്പൊക്കെ. ഹോട്ടലിലേക്കൊന്നുമില്ലല്ലോ, നമ്മളെ വീട്ടിൽ തിന്നാനല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ എടുത്താൽ മതി. വണ്ണുള്ള പഴങ്ങൾ 4 ആക്കാം. നമുക്കെല്ലാം അതുപോലെ മുറിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടായോ നോക്കിയിട്ട് ഇനി നമ്മൾ ഓരോ പഴവും പെറുക്കിയിട്ടിട്ട് ഇട്ട് വെക്കുക. അപ്പം നല്ല പിടിച്ചോളും. ഇങ്ങനെ ആദ്യം ഉണ്ടായിരിക്കും കേട്ടോ. ഈ റവയിൽ റവയും കൂട്ടി
ഇതിലേക്ക് ഇത് പറ്റില്ല. നമ്മൾ സൂക്ഷിച്ചിറക്കണം, അത് മറ്റേ ചട്ടിയല്ലേ. സാധാരണ ചീനച്ചട്ടിയിലാണ് പൊരിക്കൽ, അതിൽ കുണ്ടുള്ളതിലാണ് പൊരിക്കാൻ നല്ലത്. ഓരോന്നിങ്ങനെ എടുക്കുക. എണ്ണ കോരിയോണ്ട് പോരുമ്പോൾ നല്ല എണ്ണ, അവിടെ കുറച്ച് കുറയും ഇങ്ങനെ എടുക്കുമ്പോൾ. പഴംപൊരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടോ ഭയങ്കര ടേസ്റ്റാണ്. പഴവും കൂടെ അരച്ച് കൂട്ടിയിട്ട് ഉണ്ടാക്കും ഇട്ടാൻ തോന്നുന്നു, നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. മിച്ച സ്കൂളിലിട്ട് വരുന്നുണ്ട്, അപ്പം പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ടാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി. അപ്പോൾ നമ്മളെ പഴംപൊരി റെഡിയായിട്ടോ. നമ്മളെ പഴംപൊരിയും കാപ്പിയും റെഡിയായി. എല്ലാവരും ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കി നോക്കിട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല കളറും കിട്ടുന്നുണ്ട് കേട്ടോ. പഴം ഒന്ന് അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടുന്നുണ്ട് പഴംപൊരിക്ക്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. നാളെ കാണാം. അസ്സലാമു അലൈക്കും.